നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പൻ, എറണാകുളത്ത് സർജിക്കൽ ഗ്യാസ്ട്രോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മുടെ വയർ എപ്പോഴാണ് അബ്നോർമൽ ആയിരിക്കുന്നത്, നോർമൽ അല്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ഒരു ആവറേജ് മനുഷ്യന് നോർമൽസി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡൈജഷനാണ് വയറിൻ്റെ പ്രധാന ഫങ്ഷൻ. അപ്പോൾ ഡൈജഷൻ കഴിഞ്ഞ് നമുക്ക് മലം ഡെയിലി ഉണ്ടാവും. സോ മലബന്ധം എന്ന് പറയണമെങ്കിൽ എനിക്ക് എല്ലാ പേഷ്യൻറ്റും എന്ന് പറയുന്നത്, ഡോക്ടറെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് മലബന്ധമാണ്. അതെന്താണെന്ന് നോക്കാം. അപ്പം പുതിയ മോഡേൺ മെഡിസിനിലെ കണക്കനുസരിച്ച് 3 ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോയാൽ മതി. അതല്ലെങ്കിൽ ഒരു ദിവസം 3 പ്രാവശ്യം വരയ്ക്കും പോകുന്നതും തെറ്റായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. സോ വൺസ് ഇൻ 3 വീക്സ്, 3 ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരു ദിവസം പോയാലും നമുക്ക് പ്രശ്നമില്ല. അതിൽ കൂടുതൽ വരുമ്പോൾ, തുടർച്ചയായി പോകുമ്പോഴാണ് നമ്മൾ ആ ഡൈജഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നോക്കി അതിനുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. 3 ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരു ദിവസം, ഇതിൻ്റെ നടുവിൽ വരുന്ന എന്ത് സ്പെക്ട്രവും നമുക്ക് നോർമലാണ്. ഇപ്പം 2 പ്രാവശ്യം പോവുക, അത് 2 ആഴ്ച കഴിയുമ്പോൾ പോവുക, അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ വയറ്റിൽ നിന്ന് പോവുക, അതെല്ലാം നമ്മൾ നോർമലായിട്ട് കണക്കാക്കുന്നു. ഇത് മാത്രമല്ല നമ്മളുടെ ലക്ഷണം. ഇതിനോട് അനുബന്ധമായി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന, അതായത് കുടലിനോട് സംബന്ധിച്ച് ടെസ്റ്റുകൾ വേണ്ട പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായി, ഏത് തരത്തിലുള്ള രക്തവും പോക്കും, അതായത് ഇപ്പൊ മലത്തോട് കലർന്നോ കലരാതെയോ രക്തം പോവുകയാണെങ്കിൽ അതൊരു അസുഖമില്ലാതെ ആ രക്തം പോവില്ല. അതിലും വ്യത്യാസങ്ങളുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആണോ, അതോ ഈ മലത്തോടു കൂടെ കലർന്നിട്ടുള്ള ബ്ലഡ് ആണോ, അതോ കുറച്ച് കറുത്ത കളറിൽ പോകുന്ന, അത് മലീന എന്ന് പറയും, അങ്ങനെയുള്ള അവസ്ഥയാണോ, അല്ലെങ്കിൽ കുങ്കുമ കളറിലുള്ള അവസ്ഥയാണോ, അത് നെറ്റിയിൽ തൊടുന്ന കുങ്കുമത്തിന്റെ കളറിൽ രക്തം പോവുകയാണ്, അങ്ങനെ പലതരത്തിൽ അത് കുടലിൽ എവിടെ രക്തസ്രാവം നടക്കുന്നു എന്നനുസരിച്ചിരിക്കും ഈ വക ലക്ഷണങ്ങൾ. അപ്പൊ ഏത് തരത്തിലുള്ള രക്തസ്രാവവും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി അടുത്ത കുറച്ച് വേഗ് സിംറ്റംസിലേക്ക് ആണ് അടുത്ത് പോകുന്നത്. വയറുവേദന. അപ്പൊ വയറുവേദന, ഏത് തരത്തിലുള്ള വയറുവേദനയും തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഡോക്ടറെ കാണണം. അത് പിന്നെ ഞങ്ങൾ പറഞ്ഞാലില്ലെങ്കിലും രോഗി വരും. കാരണം രോഗിക്ക് വേദന സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ രോഗി എന്തായാലും വരും. ഒരു ചെറിയ വേദനയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തുടർച്ചയായി വിട്ട് 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 വരുന്ന വേദന. അപ്പൊ കുടൽ ഇങ്ങനെ ചുരുങ്ങി വിട്ടിരുന്ന അവയവമാണ്. അപ്പൊ വിട്ട് വിട്ട് വരുന്ന വേദന പ്രശ്നം പിടിച്ചൊരു വേദന. അത് വരും, കുറച്ചു നേരത്തേക്ക് നിൽക്കും, പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെ കുറച്ചു നേരത്തേക്കും പിന്നെയും പോകും. അത് കോളിക് അബ്ഡോമിനൽ പെയിൻ ആണ്. അതെന്തായാലും നമ്മൾ കാണിക്കണം. പിന്നെ കല്ലുകൊണ്ടുള്ള ചില വേദനകളാണ്, പിത്തസഞ്ചിയിലെ കല്ല്. അത് എങ്ങനെ പോയാലും രോഗി ഡോക്ടറെ കണ്ടിരിക്കും, കാരണം അതിന്റെ വേദന അതികഠിനമാണ്. പിന്നെ വളരെ വേഗമായിട്ട് ചില വേദനകൾ വരും. ഇപ്പൊ ഫാറ്റ് ലിവർ ഉള്ളവർക്കെല്ലാം വലതു ഭാഗത്ത് ഈ വാരിയലിന്റെ ചുറ്റുമായി എപ്പോഴും ഒരു വേദന ഉണ്ടാവും. അപ്പൊ അതൊക്കെ വളരെ വേഗ് സിംറ്റംസ് ആണ്. അതിന് പേഷ്യൻസ് ചിലപ്പോൾ ഡോക്ടറെ കണ്ടു എന്ന് വരില്ല. പക്ഷെ വിട്ട് വിട്ട് വരുന്ന വേദന വന്നാൽ ഡോക്ടറെ എന്തായാലും പോയി കൺസൾട്ട് ചെയ്യണം. പിന്നെ വെയിറ്റ് ലോസ്, ശരീരത്തിന് ഭാരം കുറഞ്ഞു വരുന്ന അവസ്ഥ, അത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുണ്ടെങ്കിൽ അത് ഞങ്ങൾ 10%, ഏകദേശം 3 to 6 months, 3 മുതൽ 6 മാസത്തിൽ നമ്മുടെ ശരീരത്തിന്റെ 10% വെയിറ്റ്, ഇപ്പൊ 100 കിലോ ആണെങ്കിൽ 10 കിലോ കുറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ ചെയ്തേ മതിയാവൂ. പിന്നെ നമുക്ക് ആമാശയത്തിലെല്ലാം വരുന്ന വളരെ വേഗമായിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്. ഇപ്പം ഭക്ഷണം കഴിച്ച ഉടനെ വയറ് നിറയുക, വിശപ്പില്ലായ്മ, കഴിക്കുന്ന ഭക്ഷണത്തിനോടൊരു വെറുപ്പ്, വിരക്തി, അത് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ വയറ്റിൽ നിന്ന് കഫം പോവുക, അതൊരു നല്ല ലക്ഷണമല്ല. അപ്പോൾ വയറ്റിൽ നിന്ന് തുടർച്ചയായി കഫം പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രക്തത്തോടു കൂടെ കലർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ വയറ് വന്ന് വീർക്കാൻ മാത്രം പോരാ, ആ വയറ് വന്ന് വീർക്കുന്നതിനൊപ്പം വയറുവേദനയും ചേർന്ന് വരികയാണെങ്കിൽ അത് കുടലിൽ എവിടെയെങ്കിലും തടസ്സം വരുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു ഡോക്ടറെ നമ്മൾ കാണിച്ചേ തീരും. പിന്നെ വേറെ പല സിംറ്റംസും പല ലക്ഷണങ്ങളും വളരെ സട്ടിലായിട്ടുള്ള, അത് രോഗിക്ക് അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട്. അത് എസ്പെഷ്യലി പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഇത് വളരെ വ്യത്യാസപ്പെട്ട ചില സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. അതായത് വിശപ്പില്ലായ്മ, ഒരു ചെറിയൊരു വേദന, ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ചു നേരത്തേക്ക് ഒരു വേദന, പിന്നെ ഷുഗർ എല്ലാം കൺട്രോൾ ഇല്ലാതാവുക, പിന്നെ അതുവരെ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊരു വിരക്തി,
വെയിറ്റ് ലോസ്, ഇതെല്ലാമാണ് പാൻക്രിയാസിന് അനുബന്ധിച്ചിട്ടുള്ള ചില ലക്ഷണങ്ങൾ. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് അവയവങ്ങളുണ്ട്. അത് ലിവർ, അതായത് കരൾ, പിത്തക്കുഴൽ, ആ ഡുവോഡിനം, അത് ചെന്ന് തുറക്കുന്ന ചെറുകുടൽ. ഈ 3 ഭാഗങ്ങൾ ഏകദേശം ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവയവങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം വന്നാൽ കീഴാർനെല്ലി അരച്ചു കുടിച്ച് വീട്ടിൽ ഒരിക്കലും ഇരിക്കരുത്. കാരണം മഞ്ഞപ്പിത്തം എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ്. പണ്ടത്തെ കാലമല്ല, പണ്ട് എല്ലാ മഞ്ഞപ്പിത്തത്തിനും ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ കീഴാർനെല്ലി അങ്ങനെ കൊടുത്ത് ചികിത്സയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏത് തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണമാണ്. ഏത് തരത്തിലുള്ള രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ ഛർദി, വെറും ഛർദിയല്ല, നിർത്താതെ ഛർദി തുടർച്ചയായിട്ട്, റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് സിംറ്റം. ഇന്ന് ഛർദിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ നാളെ ഛർദിക്കുന്നു, മറ്റന്നാളും ഛർദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ രോഗിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഛർദി. ഛർദി വരുമ്പോൾ ആമാശയത്തിൽ എവിടെയെങ്കിലും തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഛർദി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. സോ ഇതെല്ലാം ഒരു പ്രോഗ്രഷനാണ്. ഒരു സിംറ്റം വെച്ച് ഉടനെ ഓടിപ്പോയി ഡോക്ടറെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിംറ്റംസിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ പ്രത്യേകതകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കുക. ഇപ്പൊ നമ്മളൊന്ന് പുറത്തു പോയി കഴിച്ചു, അപ്പം ഒരു പ്രാവശ്യം ഒന്ന് വയറിളകി, സോ നമ്മൾ ഉടനെ പോയി ഓടിപ്പോയി ഡോക്ടറെ കാണിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നേ പറയൂ. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ല, തുടർച്ചയായി വയറിളക്കമുണ്ട്, ഛർദിയുണ്ട്, വയറുവേദനയുണ്ട്, ഇന്ന് വൃത്തിയില്ല, നമ്മൾ പോയി കാണിച്ചേ തീരൂ. അതല്ലാതെ ഈ പല ലക്ഷണങ്ങളും കേട്ട് ഈ എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ടല്ലോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാമാണ് അതിൻ്റെ റെഡ് സൈൻസ്, നമുക്ക് പ്രശ്നം പിടിച്ച അസുഖങ്ങൾ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പേഷ്യൻറ്റിന് കൊണ്ട് കുടൽ നോർമലാണ്, അതേ ലക്ഷണങ്ങളാണ് വേറൊരു പേഷ്യൻറ്റിന് ചിലപ്പം നോർമൽ ആയിരിക്കണം എന്ന അവസ്ഥയില്ല. നോർമൽസി എല്ലാ രോഗികളിലും, എല്ലാ മനുഷ്യരിലും വ്യത്യാസമാണ്. ഒരാൾക്ക് നോർമൽ ആയിരിക്കുന്നത് വേറൊരാൾക്ക് നോർമൽ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ആയിരിക്കാം, ആയിരിക്കാതിരിക്കാം, പക്ഷെ ഈ ലക്ഷണങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. സോ ഇതെല്ലാമാണ് കുടലിലെ അസുഖങ്ങളുടെ ചില ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കീഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.